ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനും സുഖമായിരിക്കുന്നു. പ്രവീൺ മോനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ഞാനിപ്പോൾ വന്നതാണ്. അവൻ ഭയങ്കര സന്തോഷമായിരുന്നു സ്കൂളിൽ പോകാൻ. അങ്ങനെ പോയിരിക്കുകയാണ്. എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മുടെ സുധിയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനും പേടിച്ചു പോയി കേട്ടോ കണ്ടിട്ട്. റിയലി അങ്ങനെയാണ്, ഒരു സംഭവമാണ് കേട്ടോ. അവരുടെ ചാനലിൽ നിങ്ങളെടുത്ത് നോക്കുമ്പോൾ അറിയാം. റൂബിയുടെ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അവളുടെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ, അതായത് രേണുസുതിയെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ, എത്രയായാലും എന്തൊക്കെ സംഭവിച്ചിരുന്നാലും എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്താലും അത് ക്ഷമിക്കാൻ ഒരു പെറ്റമ്മയ്ക്കും ഒരച്ഛനും മാത്രമേ സാധിക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചും കൂടെ മനസ്സിലായ ഒരു സംഭവമാണ്. കാരണം കൊല്ലസുതി മരിച്ചു പോയിട്ടും ഇപ്പോഴും ജീവനോടെ ഉണ്ട് ആ കുട്ടിയുടെ കൂടെ എന്നതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പ്ലീസ്. അത് എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് നിങ്ങൾ കാണണം. കാരണം നിങ്ങളത് കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണ് സംഭവം എന്ന് മനസ്സിലാവും. ഞാനും ആദ്യം വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് സ്കിപ്പ് ചെയ്ത് പോകാനാണ് തോന്നി. ബട്ട് എനിക്കത് കണ്ടപ്പോൾ ഇതിലെന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെയാണ് ഞാനത് കൂടുതലായി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം അറിയുന്നത്. എന്തായാലും സുധിമോനെ, നിന്നോട് എനിക്ക് പറയാനുള്ള, നിൻ്റെ അച്ഛൻ നിൻ്റെ കൂടെ തന്നെയാണ്. പക്ഷേ ഇനി രേണു പെട്ടു മോളെ, നീ പെട്ടു, ഇതോടെ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമുക്ക് ആത്മാവിനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വന്നാലോ? ഓക്കെ, ഞാനതെവിടെ കൊടുക്കുന്നേ. ബിഷപ്പ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. കിച്ചുവിന്റെ പിറകെ എന്തിനാ പോകുന്നേ? കിച്ചുവിന്റെ പിറകെ ബിഷപ്പ് എന്തിനാ പോകുന്നേ? I want to get that answer. Why you're doing that? That you don't deserve to be bishop anymore. Never. God will be there with you. Never. You're giving pain for the souls. കിച്ചുവിന്റെ പിറകെ പോവരുത്, പോവാൻ പാടില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചുവിന്റെ പിറകെ പോയാൽ anyone, ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും what is going to happen for you all. രേണുവിന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. just only and only one chance from God. ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. യു ഹാവ് ടു സ്പീക്ക് എവറിഥിങ് വാട്ട് യു നോ, വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദുബായ്, വാട്ട് യു നോ അബൌട്ട് എല്ലാ കാര്യങ്ങളും റീനുവിന് അറിയുന്നത് പറയണം. ഇതുവരെ പറയാൻ തോന്നിയിട്ടില്ലല്ലോ. കരിഷ്മയാണോ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്? അപ്പൊ നിങ്ങളത് കേട്ടല്ലോ അല്ലേ? സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു സുധിയുടെ ആത്മാവ് അവരുടെ ശരീരത്തിൽ വന്നിട്ട്, ഞാൻ ഇതുമായിട്ടൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. അവരുടെ ചാനലിൽ കൂടി അവർ പല കാര്യങ്ങളും പുറത്തു വിട്ടിട്ടുണ്ട്. ആ ആത്മാവ് മുഖേന പലതും തെളിയിച്ചെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് തീർച്ചയായിട്ടും പറയുന്നത്. സുധിയുടെ ആത്മാവ് വേറെ ഒരിടത്തും ഇല്ല, കിച്ചുവിൻ്റെ കൂടെയാണുള്ളത്. അതിപ്പോൾ ഓൾറെഡി കുറേ ദിവസങ്ങൾക്ക് മുന്നേ 1-2 വീഡിയോസിലൊക്കെ രേണുവും പറയുന്നുണ്ട്. സുധീർ ആണ്ടിന് ശേഷം, ആ 2ാമത്തെ വർഷം ആണ്ടിൽ കുറേ ആഡംബരമൊക്കെ കാണിച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം സുധിയെക്കുറിച്ചുള്ള സ്വപ്നത്തിൽ പോലും സുധിയെ കാണാൻ വരുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പറയട്ടെ, എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. ആരൊക്കെ അവൻ്റെ പുറകിൽ നിന്ന് പോയാലും ആ പുറകിൽ നിന്ന്, അതായത് അവൻ്റെ പുറകിൽ നിന്ന് ആരും പോകരുതെന്നുള്ള ഒരു താക്കീതാണ് സുധി ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ബിഷപ്പിനോടാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് വേറൊരു യൂട്യൂബറിൻ്റെ വായിൽ നിന്ന് എന്നെ കേൾക്കാൻ കേട്ടോ. ഞാൻ ആ യൂട്യൂബറിൻ്റെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ കണ്ണ് തള്ളി ഇങ്ങനെ ഇരിക്കുമായിരുന്നു.
സത്യമാണ് ഞാൻ പറയണത്, കണ്ണ് തള്ളിയിരിക്കുമായിരുന്നു. അപ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ ശ്രീതു, നമ്മുടെ രേണുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൂടെ തിരിഞ്ഞ സജീനയും ഈ ശ്രീതുവുമാണ് കൂടെ തിരിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ശ്രീതു മെല്ലെ ഇടതുവശത്തേക്ക് ചാഞ്ഞിരിക്കുകയാണ്. എന്തായാലും അവരുടെ വിഷയം അവർക്ക്, അത് എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയാൻ വരുന്നില്ല. അവരെന്തിനാണ് പിണങ്ങിയെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തോട് തിരിഞ്ഞതെന്നോ എന്നൊന്നും ഞാൻ അത് വിസ്തരിക്കാനായിട്ട് ഞാൻ വന്നതല്ല. പക്ഷേ ഈ ഒരു വോയിസ് നിങ്ങളെല്ലാവരും കേൾക്കണം കേട്ടോ. അവളുടെ വായിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ അതാ ഒരു വോയിസ് കേട്ടിട്ട് വന്നാലോ, ഞാനത് ഇവിടെ കൊടുക്കാം കേട്ടോ. എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അതായത് മരിച്ചുപോയ ആത്മാവ് തന്റെ ശരീരത്തിൽ വരികയും എന്താണോ കാര്യം അവർക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. സത്യമുണ്ട് എന്ന് പറഞ്ഞ് തെളിഞ്ഞ ഒരു 2-3 ദിവസം കടത്തും എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് തെളിവ് ദൈവം ഈ പറയുന്ന അവിടെ വെച്ചതുപോലെ കുറെ തെളിവുകൾ ഈ കുട്ടി പറഞ്ഞതുമായി റിലേറ്റ് ചെയ്തില്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചു. സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നും അതിന്റെ പല രീതിയിലുള്ള തെളിവുകളും ഈ കുട്ടിയുടെ ചാനൽ വഴി ഈ കുട്ടി പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. സുധിയുടെ ആത്മാവ് ഇപ്പോൾ കിച്ചുവിന്റെ കൂടെയാണ്, രേണുവിന്റെ കൂടെ ഇല്ല. രേണുവിന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, സുധി ഇപ്പൊ എന്റെ കൂടെ ഉള്ളതായിട്ട് എനിക്ക് അനുഭവം പെടാറില്ല. മീൻസ് സുധി ഇപ്പൊ എന്റെ അടുത്ത് വരാറില്ല, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണാറില്ല, എന്നോട് സംസാരിക്കാറില്ല, എനിക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടാറില്ല എന്ന് പല രീതിയിൽ രേണു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കൂടെയാണെന്ന് ഓൾറെഡി ഈ കുട്ടി വന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇപ്പോൾ നിലവിൽ ബിഷപ്പ് ഇന്നലെ ഇട്ട ആ ഒരു വീഡിയോ കിച്ചുവിനെതിരെ, കിച്ചുവിൻ ആത്മാവ് വീണ്ടും വന്നിട്ടുള്ളത് പറയുന്നത് ബിഷപ്പിനെതിരെ, നിങ്ങൾ ബിഷപ്പായിരിക്കാൻ ഒരു രീതിയിലും യോഗ്യത അല്ല, നിങ്ങൾ ഇത്രയും ദിവസം ആയിരുന്നു, ഇപ്പോൾ കിച്ചുവിനെതിരെ നിങ്ങൾ തിരിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നാശം കാണും, ഉടനെ ഉണ്ടാകും എന്ന് വ്യക്തമായും ശക്തമായിട്ടുമുള്ള ഒരു ഭീഷണിയാണ് ബിഷപ്പിന് കൊടുത്തിട്ടുള്ളത്. 2 ഡേയ്സിനുള്ളിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കുമെന്നും ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇതോടെ നിങ്ങൾ കിച്ചുവിനെ വിട്ടില്ല എങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നേരിടുമെന്നും ഈ ഒരു കുട്ടി അല്ലെങ്കിൽ ഈ ഒരു ആത്മാവ്, സുധിയുടെ ആത്മാവ് എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്ന് പറയുന്നുണ്ട്. കൂടാതെ ഈ കുട്ടി ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, രേണു സുധി ഇനിയെങ്കിലും ഇവിടെ നിന്ന് ദുബായിൽ പോയത് എന്തിനാണെന്നും ഈ പറയുന്ന സ്വർണ്ണക്കടത്തും ഈ പറയുന്ന പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുപോയി അവിടെ ചൂഷണം ചെയ്യുന്നത് പോയിട്ട് അവിടുത്തെ വലിയ വലിയ സെലിബ്രിറ്റികൾക്ക് കാഴ്ച വെക്കുകയാണ് അവിടുത്തെ മെയിൻ പതിവ്. റാക്കറ്റിൽ അടിമപ്പെട്ടവർ ആണ്. രേണു സുധിക്ക് പങ്കുണ്ട്, രേണു അതിൽ അകപ്പെട്ടിട്ടുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ പെൺകുട്ടികളുടെ എല്ലാ കഥയും രേണുവിന് അറിയാമെന്നും കരിഷ്മയ്ക്ക് ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ അറിയാമെന്നും കരിഷ്മയാണ് ഇതിന്റെ മീഡിയേറ്റർ ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതും എന്നും ഈ ഒരു കുട്ടി വളരെ വ്യക്തമായിട്ട് കുട്ടിയുടെ ചാനൽ വഴി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടല്ലോ അല്ലേ പറയുന്നത്. അപ്പോൾ എനിക്കിതിൽ നിന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ സ്വർണ്ണക്കിടത്തെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാണ്. എന്തായാലും രേണുവിന് അതിൽ പങ്കുണ്ടെന്നാണ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത്. നേരത്തെ ഈ ഒരു കുട്ടി, അതായത് സുധീര ആത്മാവ് കയറിയിരുന്ന് സംസാരിക്കുന്ന ആ ഒരു റൂഹി എന്ന് പറഞ്ഞ പെൺകുട്ടി നേരത്തെയും രേണു സുധിക്ക് മേൽ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്തിരുന്നു. എത്രയും പെട്ടെന്ന് ആ ഒരു റാക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പിടിക്കണം, അതായത് നീ സത്യം പുറത്ത് കൊണ്ടുവരണമെന്ന്. പക്ഷേ രേണു സുധി അതിൽ നിന്നൊന്നും സംസാരിച്ചിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. പക്ഷേ പലരും പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാൻസർ നാടകം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അതൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്തായാലും ഇതെനിക്ക് അത്ഭുതമായിപ്പോയി കേട്ടോ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ സുധിക്ക് ഇപ്പോൾ ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ട്, അതായത് പെൺവാണിപ്പുമായിട്ട് ബന്ധപ്പെട്ടും സ്വർണ്ണക്കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരാളുടെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇതാണ് അവിടുത്തെ മെയിൻ ആള്. ഈ ആളും രേണു സുധിയുമായിട്ട്, അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫോട്ടോയിൽ നിങ്ങൾ കണ്ട ആളും അപ്പോൾ രേണു സുധിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണ്ടേ? അറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹവും അതായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെതായിട്ട് എന്തെങ്കിലും ഒരു പ്രൂഫ് വേണമല്ലോ. ഇവർ ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഫോട്ടോസൊക്കെ കൊണ്ടുവന്നാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കയറ്റിയെന്നൊക്കെ പറയില്ലേ, അപ്പം മറ്റെന്തെങ്കിലും വേണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വീഡിയോ ഇവിടെ കാണിക്കാം.
പക്ഷേ അത് അതിൻ്റെ വോയിസ് അല്ല, ആ വോയിസ് ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ്. കാരണം അതൊരു പാട്ടാണ്. അവർ അവിടെ ദുബായിൽ പോയ സമയത്ത് അവിടുത്തെ ബാറിൽ നിന്ന് പാടുന്ന ഒരു പാട്ടും ഡാൻസും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പാട്ടിനെ എടുത്ത് അങ്ങ് കളയുകയാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക. നല്ലൊരു പാട്ടാണ് കേട്ടോ. എന്തായാലും രേണുസുതി പാടുകയാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? കൊടുക്കാം കേട്ടോ. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള പാട്ട് തന്നെയാണ്. വശീകര എന്നിഞ്ചിനിലേ, ആ പാട്ടാണ് പാടുന്നത്. ഞാൻ പാടിയ നിങ്ങളെല്ലാം എണീറ്റ് ഓടും. അതുകൊണ്ട് ഞാൻ തൽക്കാലം പാട്ടൊന്നും പാടുന്നില്ല. എന്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ രണ്ടും ഒരാളല്ലേ? ആദ്യം ഞാൻ ഫോട്ടോയിൽ കാണിച്ച ആളിനെയും ഞാൻ ഈ സൈഡിൽ കാണിക്കുകയാണ്. ഈ ആളും രേണുസുധീരെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളും ഒരാളല്ലേ? ഇത് രേണുസുധീരെ വീഡിയോയിൽ നിന്ന് കിട്ടിയതാണ്, അവളുടെ ചാനലിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അവർ റിമൂവ് ചെയ്ത് കളഞ്ഞോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ രേണുസുധീരെ ചാനലിൽ നിന്ന് തന്നെ എനിക്കിത് കിട്ടിയതാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്കിപ്പോൾ എന്താണ് തോന്നുന്നത് ഇത് കണ്ടിട്ട്? രേണുസുധിക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം അറിയാം. ആർക്കറിയാം? നമ്മളെല്ലാവരേക്കാളിലും കൂടുതലായിട്ട് കൊല്ലം സുധിക്കറിയാം. ആ സുധിയുടെ ആത്മാവിനറിയാം. അപ്പോൾ സ്വന്തം മോനെ തേച്ച് ഉരച്ച് ചുമരിൽ ഒട്ടിക്കാൻ നോക്കിയാൽ എന്തായാലും അച്ഛൻ പ്രത്യക്ഷപ്പെടും. കാരണം അമ്മ അങ്ങനെ ഒരു ഇതായിപ്പോയി, അമ്മയും മരണപ്പെട്ടു പോയി. എന്നാലും അച്ഛനുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മയുടെ ആത്മാവും അവൻ്റെ കൂടെ കാണുമായിരിക്കാം. എന്തായാലും മരണപ്പെട്ടതല്ലേ, കാണുമായിരിക്കാം. എന്നാലും അച്ഛൻ്റെ ആത്മാവ് കൂടെയുണ്ട്, അവൻ്റെ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കൊണ്ടിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി യു.